നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആക്സസ് 125 എങ്ങനെ നമുക്കൊരു 4 ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതായത് 23 ടൈപ്പുള്ള ഒരു ഫംഗ്ഷനുള്ള ഒരു 4 ഇൻഡിക്കേറ്റർ സിസ്റ്റമാണ് ഞാൻ ഈ ആക്സസ് 125 കണക്ട് ചെയ്യുന്നത്. അതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നും അതിന് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതേപോലുള്ള ഒരു DC സ്വിച്ചാണ് കേട്ടോ. ഈ DC സ്വിച്ച് നമുക്ക് ഇലക്ട്രോണിക്സ് കടകളിലോ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കടകളിലോ കിട്ടും. ഇതിൽ 2 പോയിൻ്റാണ് ഉണ്ടാകുക. ഈ 2 പോയിന്റിൽ നിന്ന് നമുക്ക് 2 വയർ സോൾഡർ ചെയ്തെടുക്കണം. ഈ സ്വിച്ച് വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം വയർ ഉണ്ടാവില്ല. അപ്പോൾ വയർ നിങ്ങൾ ഇതേപോലുള്ള സ്ലീവുള്ള വയർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്യുന്ന ഭാഗത്തൂടെ നമുക്ക് ആ വയർ അകത്തേക്ക് ഇടാൻ പറ്റും. അകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്വിച്ചുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇത്തരം സ്വിച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാൻ വളരെ ഈസിയാണ്. ഇനി വേണ്ടത് നമുക്ക് ഇതേപോലുള്ളൊരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിന് 250 രൂപ മുതൽ 300 രൂപ വരെയൊക്കെ മാർക്കറ്റിൽ വിലയുണ്ട്. ഇതിന് 23 ഫംഗ്ഷനുകളുണ്ട്. 12 വോൾട്ട് DC സപ്ലൈക്കാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ പ്ലസും മൈനസും കൊടുക്കാനുള്ള 2 വയറുകൾ കാണാം, കറുപ്പും ചുവപ്പും. അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് ഉള്ള 2 വയറുകൾ കാണാം. അത് ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റുമാണ്. രണ്ടും മഞ്ഞ വയറാണ്. ഈ റിലേ 12 വോൾട്ടിന് വർക്ക് ചെയ്യുന്ന 2 റിലേ കാണാം ബാക്ക് ഭാഗത്ത്. അത് വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അത് വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളം കയറാത്ത രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 അടി നീളത്തിൽ എല്ലാ വയറുകളും നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഡിവൈസ് നമ്മുടെ വണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് കണക്ട് ചെയ്യുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെയൊക്കെ അടുത്തായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് അയക്കണം. ഇത് അയക്കാൻ നമ്മൾക്ക് ഈ വണ്ടി വാങ്ങുമ്പോൾ തന്നെ കിട്ടുന്ന ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് അയച്ചെടുക്കാം. ഇതിലൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ മതിയാകും ഇത് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കീ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മേലെയായിട്ട് ഒരു സ്ക്രൂ കാണാം, ആ സ്റ്റാർ സ്ക്രൂ. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഒരു സ്ക്രൂ കാണാം. അങ്ങനെ 2 സ്ക്രൂ മാത്രമേ ഇതിനുള്ളൂ. ആ 2 സ്ക്രൂ അയച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് ടോപ്പ് അയച്ചെടുക്കാൻ പറ്റും. ഈ സ്ക്രൂ അയച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ അടിഭാഗത്തായിട്ട് 2 ചെറിയ ലോക്കുകൾ കാണാം, ഒരു ബട്ടൺ ലോക്ക്. ആ ലോക്ക് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പ്രസ്സിങ് ആണത്, പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ ഇത് ഇളക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഭാഗം കേടുകൂടാതെ തന്നെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നിങ്ങൾക്ക് അയച്ച് മാറ്റി വെക്കാൻ പറ്റും. ഈ ടോപ്പ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബാറ്ററിയാണ്. ഫ്രണ്ടിൽ കാണുന്നത് ഈ നീല കളർ കാണുന്നത് ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഈ 2 ഭാഗത്ത് കാണുന്ന ഈ ഒരു കണക്ടർ കാണാം. ഇത് ഇൻഡിക്കേറ്ററിലേക്ക് പോയിട്ടുള്ള കണക്ടറാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഇൻഡിക്കേറ്ററിലേക്കും അതുപോലെ റൈറ്റ് സൈഡിലുള്ള ഇൻഡിക്കേറ്ററിലേക്ക് പോകുന്നത് റൈറ്റ് സൈഡിലുമായിട്ട് 2 കണക്ടറുകൾ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു ലോക്കാണ് ഇതിനുള്ളത്. ഈ ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഊരിയെടുക്കാനും പറ്റും. ആ ലോക്ക് പതുക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളത് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആ കണക്ടർ ഊരിപ്പോരും. ഇതിലെന്താ 3 പോയിൻ്റാണ് ഇതിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള ഇൻഡിക്കേറ്ററിലും സെയിമാണ്. 3 ഡോട്ട് കാണിക്കും. 3 ഡോട്ടിലാണ് അതിൽ കണക്ഷൻ പോകുന്നത്. അതിൽ സെൻറ്ററത്തെ ഭാഗമാണ് നമുക്ക് വേണ്ടത്. ആ സെൻറ്ററിലേക്കാണ് നമ്മളെ ബോർഡിൽ നിന്ന് വരുന്ന ഉണ്ടോ, ഈ ഭാഗത്താണ് നമ്മൾ ബോർഡിൽ നിന്ന് വരുന്ന മഞ്ഞ വയർ കൊടുക്കേണ്ടത് സെൻറ്ററിൽ. അതേമാതിരി ലെഫ്റ്റിലൊന്നും റൈറ്റിലൊന്നും 2 മഞ്ഞ വയറാണ് അതൊന്ന് പുറത്തേക്ക് വരുന്നത്. പിന്നെ ഇതിൽ കാണുന്ന എല്ലാ വാഹനത്തിനുള്ളത് പോലെ ഇതിനും ഒരു റിലേ ഉണ്ടാവും. അതായത് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു റിലേ. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ടോ ഇതിൽ 2 പോയിൻ്റാണുള്ളത് ഇൻഡിക്കേറ്ററിൻ്റെ റിലേ. ഇത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ലേക്ക് പോകുന്ന മെയിനായിട്ടുള്ള ഒരു റിലേ ആണ്. ഈ റിലേൻ്റെ 2 പോയിന്റിൽ ഒരു പോയിന്റിൽ നിന്നാണ് ഇത് അയച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഇതിൻ്റെ ഒരു പോയിന്റിലേക്ക് നമ്മൾ കീ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒന്നിൽ സപ്ലൈ വന്ന് കിടക്കും. ആ സപ്ലൈ ആണ് നമുക്ക് ഈ ബോർഡിലേക്ക് കൊടുക്കേണ്ടത്. അതിന് 12 വോൾട്ടാണ് നമുക്ക് ബോർഡിലേക്ക് കൊടുക്കേണ്ടത്. ഇതിൽ 2 ഭാഗത്ത് അത് ഏതാണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൾബ് വെച്ചിട്ട് നോക്കിയാൽ മതിയാകും. അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ കണക്ഷൻ കൊടുത്തതിന് ശേഷം ഈ വയർ ഇതിൽ കൊടുക്കുന്ന വയർ നമുക്ക് മാറ്റി കൊടുത്താൽ മതിയാവും. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാറ്റി കൊടുത്താൽ മതിയാവും. ഇത് നേരിട്ട് ബാറ്ററിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കീ ഓൺ ആക്കാതെ തന്നെ ഈ ഡിവൈസ് വർക്ക് ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിലേന്ന് സപ്ലൈ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ 2 വയർ നമ്മൾ സോൾഡറിങ് ചെയ്ത് എടുത്ത ഈ 2 വയറുകൾ ഈ ഹോളിലൂടെ അകത്തേക്ക് ഇട്ടിട്ട് അപ്പുറത്തുനിന്ന് നമുക്കത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുനിന്ന് നമുക്ക് വലിച്ചെടുക്കാം. ഇതാ ഈ ഭാഗത്ത് കൂടെ നമുക്കിത് വലിച്ച് അകത്തേക്ക് എടുക്കാം. ഇനി പതുക്കെ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഫിക്സ് ആവും. നല്ല കവറിങ്ങും കിട്ടും. ഈ സ്വിച്ച് ആകുമ്പോൾ നമ്മൾ പാകത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിക്സ് ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും.
ഇനി ഈ വരുന്ന 2 വയറിന് ഏതെങ്കിലും ഒരു വയർ, ഒരു ചുവപ്പ് വയറും ഒരു കറുപ്പ് വയറാണ് ഞാൻ അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് വയറാണ് സോൾഡർ ചെയ്തെടുക്കുന്നത് അതേപോലെ ഇരിക്കും അതിൻ്റെ കളറ്. അപ്പോൾ ഏതായാലും ഈ 2 വയറിന് ഒരു വയർ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിപ്പ് ചെയ്തെടുക്കണം. വയറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ട് എടുത്തിട്ട് അത് ഇതിൽ ഇതേപോലെ ആ റിലേ നമ്മൾ ഊരിയെടുത്തതിന് ശേഷം അതിൽ ഏത് ഭാഗത്താണോ കീ ഓൺ ആക്കുമ്പോൾ സപ്ലൈ വരുന്നത് ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ പിരിച്ചു കൊടുക്കുക. പിന്നെ ഈ റിലേന്ന് തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ബസർ സൗണ്ട് കേൾക്കാനുള്ള ഒരു ബസറിലേക്കുള്ള സപ്ലൈ പോകുന്നതും. സപ്ലൈ അല്ല, അതിലേക്കുള്ള 2 വയറും ഈ ഒരു റിലേന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ ആ റിലേന്ന് കൊടുക്കുന്ന ആ 2 വയർ ആ ബസറിൻ്റെ 2 വയറും കൂടി അതിൽ പിരിച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ അത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ സൗണ്ട് കേൾക്കില്ല, അങ്ങനെ ഒരു പ്രശ്നം പറ്റും. അപ്പോൾ ആ റിലേൻ്റെ ആ വയറും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ആ ബസറിൻ്റെ വയറും കൂടി ഈ റിലേൻ്റെ ഒപ്പം കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഇത് നേരിട്ട് ബാറ്ററിയിൽ കൊടുക്കരുത്. ഈ ഡിവൈസ് നേരിട്ട് ബാറ്ററിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബാറ്ററി ഓൺ ആക്കാതെ തന്നെ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ 4 ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കീ ഓണാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് സപ്ലൈ വരാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേന്ന് ഇതെടുത്ത് കൊടുക്കുന്നത്. ഈ റിലേയിലാണ് കീ ഓണാക്കി കഴിയുമ്പോൾ ഈ റിലേക്ക് സപ്ലൈ വരുന്നു, ആ സപ്ലൈ ആണ് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് സ്വിച്ചിൽ നിന്ന് വരുന്ന 2 വയറിൽ ഒരു വയർ നമ്മൾ ഈ റിലേൻ്റെ ഒരു പോയിന്റിൽ കൊടുത്തതിന് ശേഷം ഇത് അമർത്തി വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് അത് പ്രസ്സായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് അമർത്തി വെക്കുക. ഉണ്ടോ, താഴെ വെറുതെ ഫ്രീ ആയിട്ട് അത് വെച്ചാൽ മതി. അതിന് ശേഷം അതിലൊരു റബ്ബർ ബുഷ് ഉണ്ട് അവിടെ, അതിൽ വെച്ചിട്ട് നിങ്ങൾക്കത് ടൈറ്റ് ചെയ്യാം ലാസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഒരു വയർ കണക്ഷൻ കൊടുത്തു, റിലേക്ക് സ്വിച്ചിക്ക് പോകുന്ന ഒരു വയർ നമ്മൾ ഇതിൽ കൊടുത്തു, പ്ലസ് വോൾട്ട് ഇപ്പോൾ സ്വിച്ചിലെത്തി. ഇനി സ്വിച്ചിൽ നിന്ന് തിരിച്ച് വരുന്ന വയറാണ് നമ്മൾ ഈ ഒരു ഡിവൈസിലേക്ക് കൊടുക്കേണ്ടത്. ഇതിൽ പ്ലസ് ഉള്ള ഭാഗം ഉണ്ട്, നമ്മുടെ ഡ്രൈവറിൻ്റെ പ്ലസ് സപ്ലൈ കൊടുക്കുന്ന ഭാഗം നമുക്ക് സ്വിച്ചിൽ നിന്ന് വരുന്ന മറ്റേ 2ാമത്തെ വയർ ഇതിൽ രണ്ടും പാടെ ഒരു ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. കണ്ടോ, ഇപ്പോൾ പ്ലസ് സപ്ലൈ സ്വിച്ചിലെത്തും. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് സപ്ലൈ നേരെ ഈ ഒരു അപ്പുറത്തെ 2ാമത്തെ വയറിലൂടെ തിരിച്ചു വന്നതിന് ശേഷം ഈ ഡിവൈസിലേക്ക് കയറിപ്പോകണം. അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷന്. ഈ വയറും കൂടി ഇൻസുലേഷൻ ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിലേക്ക് പ്ലസ് വോൾട്ട് കറക്റ്റായി എത്തും. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ പ്ലസ് വോൾട്ട് എത്തും. ഇനി ഈ ഡിവൈസിൻ്റെ മൈനസ് സപ്ലൈ കൊടുക്കണം. മൈനസ് സപ്ലൈ നമ്മൾ ഡയറക്റ്റായിട്ട് ബാറ്ററിയിൽ കൊടുത്താൽ മതിയാവും. ബാറ്ററിൻ്റെ മൈനസ് എവിടെയെന്ന് നോക്കിയിട്ട് ജസ്റ്റ് ആ ഞെട്ടൊന്ന് ലൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും. ലൂസ് കോൺടാക്റ്റ് ഇല്ലാതെ നിങ്ങൾ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ലൂസ് കോൺടാക്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഡിവൈസ് കംപ്ലൈൻ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈറ്റ് ചെയ്യണം. പതുക്കെ ഇതേപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് ഈ വയർ അതിൽ അമർത്തി ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം നിങ്ങളത് കുറച്ച് കൂടുതലായിട്ട് സ്റ്റിപ്പ് ചെയ്യണം, ഇൻസുലേഷൻ കളയണം വയറിൻ്റെ. എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് കണക്ട് ചെയ്യാൻ കഴിയും. ഇതുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിലേക്ക് നമ്മളിപ്പോൾ ഈ വാങ്ങിച്ച ഈ മൊഡ്യൂളിലേക്ക് സപ്ലൈ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിലേക്ക് സപ്ലൈ എത്തും. ഇനി ഈ 2 മഞ്ഞ വയറുണ്ട്. ഈ 2 മഞ്ഞ വയർ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഊരിയെടുത്തിട്ടുള്ള കണക്ടർ ഉണ്ടല്ലോ, ആ കണക്ടറിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ആ സെൻറ്റർ പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും ഇതേപോലെ കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഇൻസുലേഷൻ കളയണം. എന്നാലേ അത് ആ കണക്ടറിൻ്റെ അകത്തേക്ക് കറക്റ്റ് കയറി നിൽക്കുകയുള്ളൂ. ഇനി ഈ വയർ ഞാൻ ഇൻസുലേഷൻ ചെയ്തിട്ടില്ല, അത് ഇൻസുലേഷൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പ്ലസ് വോൾട്ട് കൊടുത്തിട്ടുള്ള ആ വയർ ഇൻസുലേഷൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ വയറൊക്കെ ലാസ്റ്റ് എല്ലാ വർക്കും ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ഒതുക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് നീളത്തിൽ ഇത് ഇൻസുലേഷൻ കളഞ്ഞ് എടുക്കുകയാണെങ്കിൽ, ഈ വയറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണക്ടറിൽ കൊടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ കളഞ്ഞതേപോലെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ആ കണക്ടർ അയച്ചിട്ട് കണക്ടറിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്ക് ഒരു മഞ്ഞ വയർ കണക്ടറിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്ക് വെച്ചതിന് ശേഷം ആ കണക്ടറിലേക്ക് പ്രസ് ചെയ്യുക. കറക്റ്റ് പ്രസ്സായിട്ട് അത് ലോക്കാകണം. ആ ചെറിയ ഒരു പിന്നുണ്ട്, അതിൽ പോയിട്ട് ലോക്കാണ്. ആ ലോക്കായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് കൈയെടുക്കുക. അതേപോലെ തന്നെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും പ്രശ്നമല്ല. കറക്റ്റായിട്ട് ഏത്
അപ്പുറം ഇപ്പുറം കൊടുത്താലും വിഷയമൊന്നുമില്ല, ലെഫ്റ്റ് റൈറ്റ് മാറിപ്പോയാലും വിഷയമൊന്നുമില്ല, കറക്റ്റായി വർക്ക് ചെയ്യും, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ വയർ സപ്ലൈ കൊടുത്തു, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിലേക്കുള്ള കണക്ഷനും കൊടുത്തു, അങ്ങനെ വയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ കണ്ടോ, ഈ ഇൻഡിക്കേറ്ററിലേക്ക് പോകുന്ന ഭാഗമാണ് ഈ ഒരു വയർ, അതേപോലെ തന്നെ അപ്പുറത്തെ ഇൻഡിക്കേറ്ററിലേക്ക് പോകുന്നത് അപ്പുറത്തെ ഭാഗത്തും. അത് ഇതേപോലെ തന്നെ ആയിരിക്കും ഏകദേശം എല്ലാ വണ്ടികൾക്കും, ഇതേപോലെ തന്നെ നമുക്ക് അയച്ചെടുക്കുമ്പോൾ തന്നെ കാണാം. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇൻസുലേഷൻ അടിച്ചതിന് ശേഷം നമ്മൾ ഇത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്, വണ്ടി കട്ടറിലൊന്നും ചാടുമ്പോൾ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ചെറിയ കേബിൾ ടൈയോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടാപ്പോ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. ഇത് ഇളകാത്ത രൂപത്തിലാക്കിയിട്ട് വെക്കണം. ഞാനിവിടെ കേബിൾ ടൈ ഇല്ലാത്തതുകൊണ്ട് ഇത് ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ഇളകാത്ത രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. പകൽ നല്ല വെയിലായിട്ട് പോലും ഇത് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 23 ടൈപ്പ് ഫ്ലാഷറാണ് ഇതിൽ ഉള്ളത്, ഈ ഒരു ഡിവൈസിലുള്ളത്. അപ്പോൾ അത് സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ മാറുക. അങ്ങനെ 23 ടൈപ്പായിട്ട് നമുക്ക് 23 വട്ടം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാറി മാറി കിട്ടും. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പകലായിട്ട് പോലും നല്ല ക്ലിയറായിട്ട് ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നൈറ്റ് ആകുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണും. ഇതിന് ഏകദേശം ഒരു 200 മുതൽ 300 രൂപ വരെയൊക്കെയാണ് ഇതിൽ ഓൺലൈൻ മാർക്കറ്റിലും നമുക്കിത് കിട്ടും. പിന്നെ നൈറ്റായിട്ട് കാണുമ്പോൾ കണ്ടാവും, നൈറ്റിൽ കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, നല്ല അടിപൊളിയിൽ നിങ്ങൾക്ക് നൈറ്റിൽ വിഷ്വൽ കാണുന്നുണ്ട്. പിന്നെ ഇത് ഏത് ടൈപ്പിലാണ് ഇത് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 2 സൈഡിലേക്കുള്ള ആരോ മാർക്ക് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതേ ടൈപ്പിലാണ് നമുക്കിത് ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ റിലേ അടിക്കുന്ന ചെറിയൊരു ശബ്ദം കേൾക്കാം, ടിക് ടിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശബ്ദം, അല്ലാതെ വേറെ ശബ്ദങ്ങളൊന്നുമില്ല. വളരെ ക്ലിയറാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.